ഇയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയടോ. വെറുതെ എന്തിനാ എല്ലാം കൂടെ കൂട്ടി വെച്ചോണ്ടിരിക്കുന്നെ? ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. നീ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം മിക്കവാറും നിനക്ക് ഉടനെ കിട്ടിക്കോളും. ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചിലരോട് ചോദിച്ചായിരുന്നു. അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി നിങ്ങളാ എല്ലാം അറിയേണ്ടത്. ഇയാളുടെ മനസ്സ് നിറച്ച് സംശയമാണ്. അതും വെച്ചോണ്ട് ഇയാൾ ഇപ്പോ ഇയാളുടെ തല പുകച്ചോണ്ടിരിക്കുക. അതാ ഇപ്പൊ ഞങ്ങൾക്കും കൂടി പകർന്നു തന്നോണ്ടിരിക്കുന്നെ. തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത ആള്, ബുദ്ധിയില്ലാത്ത ആള്, തലച്ചോറില്ലാത്ത ആള് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നീ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. നിന്റെ അച്ഛനും മുത്തച്ഛയൊക്കെ അതിനു മുമ്പേ ആ പണി തുടങ്ങിയതാ. ദേ, എന്റെ അമ്മ ഇപ്പൊ പറയുന്നത് എന്നെ ഒന്നിനും കൊള്ളാത്തവനാണെന്നാ. എന്നാലേ ഞാൻ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉടനെ മനസ്സിലായിക്കോളും. ഒരു കഴമ്പും ഇല്ല. ഇയാളിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ? വെറുപ്പിക്കല. അത് എന്നെ മാത്രമല്ല, ഇപ്പൊ നമുക്കൊക്കെ എന്തും തരാൻ തയ്യാറായി നിൽക്കുന്ന കണ്ണേട്ടനെയും കൂടി വെറുപ്പിച്ചോണ്ടിരിക്കുക താൻ. കരുണേ, കണ്ണൻ എന്ന് പറയുന്ന എന്റെ ഏട്ടനുണ്ടല്ലോ, അയാളെ പോലെ ബുദ്ധിമാനായ ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അയാൾ വീൽ ചെയറിൽ ഇരുന്നിട്ടും അയാൾ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ മുകളിലേക്ക് നയിച്ചത്. അയാൾക്കൊരു ക്യാബിനും ഒരു ലാപ്ടോപ്പും മതി. അത് മാത്രം വെച്ചിട്ട് അതുപോലൊരു വലിയ കമ്പനി നിയന്ത്രിക്കാൻ അയാൾക്ക് അറിയാം. അത് ഞാനും സമ്മതിക്കുന്ന കാര്യമാണല്ലോ. തനിക്ക് ലാപ്ടോപ്പ് മാത്രമല്ല, ചുറ്റും പരിവാരങ്ങളെ തന്നാലും ഒരു ചുക്ക് സംഭവിക്കില്ല. അത്രക്കേ തന്റെ തലച്ചോറ് വളർന്നിട്ടുള്ളൂ. നീ ഒരിക്കലെന്നെ സംശയത്തിന്റെ പേരിൽ എന്റെ കരണത്തടിച്ചു. അതുപോലെ തന്നെ ഇപ്പോ നിന്റെ കർണടിച്ച് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനത് ചെയ്യാത്തത് അതിനേക്കാൾ വലിയൊരു വേദന, അപമാനം നിന്നെ തേടിയിരിക്കുക. നിനക്ക് സംഭവിക്കാൻ പോവാ. നിനക്ക് മാത്രമല്ല, നിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും. ഇന്ന് വിഷു ആയിട്ട് മനസ്സമാധാനത്തോടെ ഒരു ദിവസം കഴിച്ചു കൂട്ടാന്ന് വെച്ചപ്പോ ഇയാളതിന് സമ്മതിക്കില്ല. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടണം. കുറച്ചു കഴിയുമ്പോ കണ്ണേട്ടൻ വന്നു കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കണം. അത് കഴിഞ്ഞ് വെറുതെ കയറി കിടന്ന് ഉറങ്ങാൻ നോക്കരുത്. കണ്ണേട്ടൻ വന്നു കഴിഞ്ഞാ നീ സദ്യ കഴിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നത്തെ വിഷു സദ്യയെക്കാളും നല്ലൊരു സദ്യ മിക്കവാറും കണ്ണേട്ടൻ നിനക്ക് ഒരുക്കി തരും. പിന്നെ നീ പറയും ഇതുപോലൊരു വിഷു നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന്. ഇയാൾക്ക് വട്ട. ഇന്നത്തെ ദിവസം ഒന്ന് കഴിയട്ടെ. എന്റെ അച്ഛനോട് പറയാം, കയ്യും കാലും പിടിച്ചു കെട്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിടാൻ. ഇതൊരു ഡോക്ടറെ അടുത്ത് തീരത്തുള്ളൂ. അത്രയ്ക്ക് വട്ട് കൂടി നിൽക്കുക. ഇങ്ങനെ വന്നാലുണ്ടല്ലോ, ഈ മുറിയിൽ പോലും ഞാൻ കിടക്കില്ല. ഒരു മനോരോഗിയെ എത്രയെന്ന് വെച്ചാ സ്വന്തം ഭാര്യയാണെങ്കിൽ സഹിക്കുന്നത്.